മതേതര നിലപാടിലെ വീഴ്ച. കോൺഗ്രസ് ആരോപണം CPM കേന്ദ്ര കമ്മിറ്റിയും ശരിവച്ചെന്ന് മുഖ്യമന്ത്രി. മതേതര നിലപാട് CPM കളഞ്ഞു കുളിച്ചെന്ന് കോൺഗ്രസ് നേരത്തെ ഉന്നയിച്ച ആരോപണം ഇപ്പോൾ CPM കേന്ദ്ര കമ്മിറ്റിയും ശരിവച്ചിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. CPMന് തിരിച്ചറിവുണ്ടാകാൻ വർഷങ്ങളെടുക്കും. കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിനെ പരാമർശിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ കത്ത് ആഗോള അയ്യപ്പ സംഗമത്തിൽ വായിച്ചത് ആരെ സന്തോഷിപ്പിക്കാനായിരുന്നുവെന്ന് പിണറായി വിജയൻ പറയണമെന്നും ആവശ്യപ്പെട്ടു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ടിന്റെ 1ാം ഗഡു ഉടൻ നൽകും. കഴിഞ്ഞ സാമ്പത്തിക വർഷം 3ാം ഗഡു കൊടുക്കാതെ ഇറങ്ങിപ്പോയവരാണ് ഇപ്പോൾ ഫണ്ടിന്റെ പേരിൽ സമരത്തിനിറങ്ങിയിരിക്കുന്നതെന്നും ഇടത് സംഘടനയുടെ സമരത്തെ പരിഹസിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. വഖഫിൽ അമുസ്ലിങ്ങളെ നിയമിക്കാൻ UDF സർക്കാർ ഒരു ധൃതിയും കാട്ടിയിട്ടില്ല. എല്ലാം കോടതിയുടെ പരിഗണനയിലാണല്ലോ. കോടതി തീരുമാനിക്കട്ടെ. 2024 ഡിസംബർ 14-നാണ് വഖഫ് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞത്. അത് പുനഃസംഘടിപ്പിക്കാതെ കേന്ദ്ര നിയമ ഭേദഗതി വരെ LDF സർക്കാർ കാത്തിരുന്നു. അന്ന് പുനഃസംഘടിപ്പിച്ചെങ്കിൽ കാലാവധി വരെ തുടരാമായിരുന്നു. പുനഃസംഘടന വൈകിപ്പിച്ചത് പ്രതിപക്ഷത്തുള്ളവരെ അംഗങ്ങളാക്കാതിരിക്കാനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ADGP MR അജിത് കുമാറിനെതിരെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ചിട്ടയായി കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ റദ്ദാക്കാത്തത്. നടപടിക്രമം പൂർത്തിയാക്കാൻ 10 ദിവസം വൈകിയതിന് എന്തെല്ലാം വിമർശനങ്ങളാണ് ഉയർന്നത്. മാധ്യമങ്ങൾ ആത്മപരിശോധന നടത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നീറ്റ് പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുക്കും. മുഖ്യമന്ത്രിയെ കാണാൻ വന്നപ്പോൾ പോലീസ് മർദ്ദിച്ചെന്ന വയോധികയുടെ പരാതി തെറ്റാണ്. വയോധികരെയും ഭിന്നശേഷിക്കാരെയും അവർ ഇരിക്കുന്നിടത്ത് പോയാണ് കാണാറ്. കോടതിയിലുള്ള കേസിനെ പറ്റിയാണ് അവർ പറഞ്ഞത്. ഇതിൽ സർക്കാരിനൊന്നും ചെയ്യാനില്ല. എന്നിട്ടും അവർ പോകാൻ തയ്യാറാകാതെ ബഹളമുണ്ടാക്കി. പോലീസ് അനുനയിപ്പിച്ച് യാത്രാക്കൂലി നൽകിയാണ് വിട്ടത്. പോലീസ് മർദ്ദിച്ചുവെന്ന് അവർ പിന്നീട് പരാതി നൽകിയത് തെറ്റാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു.